നമസ്കാരം സുഹൃത്തുക്കളെ. വർഷങ്ങളായിട്ട് ആക്സിഡന്റ് പറ്റിയിട്ട് നടക്കാൻ സാധിക്കാതെ കിടക്കുന്ന ഒരു വീട്ടമ്മ വീട്ടിലിരുന്നു കൊണ്ട് ഒരു ജോലി ചെയ്യാൻ വേണ്ടി ആഗ്രഹിച്ചപ്പോൾ ഒരു കമ്പനിയെ കോണ്ടാക്ട് ചെയ്തു. ആ കമ്പനിയുടെ പേരാണ് എലൻസ ലേണിംഗ് അക്കാഡമി. ആ കമ്പനിക്ക് അവർ പണം കൊടുത്തു, 2000 രൂപയുടെ അടുപ്പിച്ച് പണം കൊടുത്തു. എന്നിട്ട് അവർ ഒരു ട്രെയിനിങ് പാക്കേജ് എന്ന് പറഞ്ഞുകൊണ്ട് കുറച്ച് ഫയലുകൾ ഈ വീട്ടമ്മയ്ക്ക് അയച്ചു കൊടുത്തിട്ട് അതിൽ പറയുന്ന പോലെ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആഴ്ചയിൽ 10,000 ഉണ്ടാക്കാം, മാസത്തിൽ 30,000 ഉണ്ടാക്കാം എന്ന് പറഞ്ഞിട്ട് അവർ പറ്റിച്ചുകൊണ്ട് ആ വീട്ടമ്മയിൽ നിന്നും ആ പൈസ തട്ടിയെടുത്തു. നിങ്ങൾ ആലോചിക്കുക, വർഷങ്ങളായിട്ട് നടക്കാൻ സാധിക്കാത്ത വിധത്തിൽ ആക്സിഡന്റ് ആയിട്ട് കിടക്കുന്ന ഒരു വീട്ടമ്മയാണ്. ആ വീട്ടമ്മേനെ ഇവരിങ്ങനെ പറ്റിക്കണം എന്നുണ്ടെങ്കിൽ അവരുടെ മാനസികാവസ്ഥ നിങ്ങൾ ചിന്തിച്ചു നോക്കിയേ. ഇപ്പൊ അവർ എനിക്കെതിരെ പറഞ്ഞു നടക്കുന്ന കാര്യങ്ങൾ എന്താ അറിയോ? ഞാൻ എവിടുന്നോ പൈസ മേടിച്ചുകൊണ്ട് ഈ കമ്പനിക്കെതിരെ പറയുകയാണെന്നുള്ളതാണ് വിക്ടിംസ് ആകാൻ പോകുന്ന വ്യക്തിയോട് പറയുന്നത്. എന്നിട്ട് അവരിൽ നിന്നും വീണ്ടും പൈസ മേടിക്കുക. എന്നിട്ട് അവർ എൻ്റെ അടുത്ത് തന്നെ വരും. സാറേ, ഞാൻ അന്ന് സാറിന്റെ വീഡിയോ കണ്ടതാണ്, അവർ പറഞ്ഞു ആ വീഡിയോ ചെയ്തവൻ പൈസ മേടിക്കാൻ വേണ്ടിയിട്ട് ചെയ്യുന്ന പരിപാടിയാണ്, പക്ഷെ ഇപ്പോഴെനിക്ക് മനസ്സിലായി എൻ്റെ പൈസ പോയി. ഇതുപോലെ പിന്നെ പറയാണ് എനിക്കെതിരെ ലീഗൽ നോട്ടീസ് അയച്ച് അവനത് കൈപ്പറ്റുന്നില്ല എന്നുള്ളത്. എടോ, ലീഗൽ നോട്ടീസ് അയച്ചു കഴിഞ്ഞാൽ കൈപ്പറ്റാതിരിക്കാൻ പറ്റില്ല. ആ നിയമവശമെങ്കിലും നീ ഒന്ന് മനസ്സിലാക്കുക. എന്റെ വീട്ട് അഡ്രസ്സിലേക്ക് ഒരു ലീഗൽ നോട്ടീസ് വന്നു കഴിഞ്ഞാൽ ഞാൻ കൈപ്പറ്റുന്നില്ല എന്ന് പറഞ്ഞ് എനിക്ക് തിരിച്ചയക്കാൻ പറ്റില്ല. ഞാനത് ഓൾറെഡി പോസ്റ്റ്മാന്റെ കയ്യിൽ നിന്ന് മേടിച്ചത് വായിച്ച് നോക്കിയിട്ട് അതിനെതിരെ ഞാൻ ലീഗൽ ആക്ഷൻ എടുക്കണം. മനസ്സിലായോ? അങ്ങനെ എൻ്റെ മെയിലിലേക്കോ എൻ്റെ വാട്സപ്പ് നമ്പറിലേക്കോ അതല്ലെങ്കിൽ എൻ്റെ വീട്ടിലേക്കോ ഒരു സാധനം പോലും ലീഗലി നിങ്ങൾ നേരിട്ട് അയക്കാതെ ഇങ്ങനെ വിക്ടിംസ് ആകാൻ പോകുന്ന വ്യക്തികളോട് ഞാൻ നിങ്ങളോടാ പറയുന്നത്, എല്ലാവരോടും കൂടെ പറയുന്നത്, അവർ പറഞ്ഞ് പറ്റിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ പൈസയ്ക്ക് വേണ്ടി വീഡിയോ ചെയ്യുന്നതാണ്, മറ്റുള്ളവരിൽ നിന്നും പണം മേടിച്ചുകൊണ്ട് വീഡിയോ ചെയ്യുന്നതാണ്, അല്ലെങ്കിൽ റീഫണ്ട് മേടിച്ചു കൊടുക്കുമ്പോൾ അവൻ അതിൽ നിന്നൊരു ശതമാനം കിട്ടാൻ വേണ്ടി വീഡിയോ ചെയ്യുന്നതാണ് എന്നൊക്കെ. ഞാൻ ഈ വീഡിയോ ചെയ്യാനുള്ള കാരണമുണ്ട്. ഒരു വ്യക്തി എൻ്റെ അടുത്ത് ഇതുപോലെ പൈസ നഷ്ടപ്പെട്ടതായിട്ട് പറഞ്ഞിട്ട് വന്നു. ഇൻസൈറ്റ് ഇൻഫോ എന്ന പേരിലും എലൻസ ലേണിംഗ് അക്കാഡമി എന്ന് പറഞ്ഞ പേരിലും വരുന്നത് സെയിം ആണ്. അവര് എലൻസ ലേണിംഗ് അക്കാഡമി എന്ന് അടിച്ചു കൊടുക്കുമ്പോൾ എൻ്റെ വീഡിയോ വരുന്നതുകൊണ്ട് ഇൻസൈറ്റ് ഇൻഫോ എന്ന പേരിലാണ് ഇപ്പോൾ തട്ടിപ്പ് നടത്തുന്നത്. അപ്പൊ എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞപ്പം ഇത്ര എമൗണ്ട് പോയി നഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞു. ഞാൻ അവർക്ക് മെസ്സേജ് അയച്ചു, അത് അങ്ങ് കൊടുത്തേക്ക്, അല്ലെങ്കിൽ ലീഗലി പ്രശ്നങ്ങളാവും എന്ന് പറഞ്ഞിട്ട്. ഇത് ആ വ്യക്തിയോട് തിരിച്ചു പറഞ്ഞ കാര്യം എന്തെന്നറിയോ? ഇത് നിങ്ങൾക്ക് 24 മണിക്കൂറിനുള്ളിൽ ഞങ്ങൾ റീഫണ്ട് ചെയ്ത് തരുമല്ലോ, എന്തിനാണ് ആ യൂട്യൂബറെ ഇൻക്ലൂഡ് ചെയ്തത്? അതുകൊണ്ട് 7 ദിവസം കഴിയും, കുറച്ച് ദിവസം വെയിറ്റ് ചെയ്യുന്നുള്ളത്. അപ്പോ പിന്നെ പറയുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാല് എന്നെ കുറിച്ച് വളരെ മോശമായിട്ടുള്ള കാര്യങ്ങളാണ്. അതവൻ പറഞ്ഞോട്ടെ, നമ്മളത് ബാധിക്കുന്ന കാര്യമില്ല. ഈ കണ്ടവന്റെ അണ്ടറിൽ പോയിട്ട് അടിമപ്പണി എടുക്കുന്ന ഈ ടീമൊക്കെ പറയുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് വിശ്വസിക്കുന്നവർ മണ്ടന്മാർ, അത് വേറെ കാര്യം. പക്ഷെ ചിലർ വിശ്വസിച്ച് പോവും, അത് കുറ്റം പറയാൻ പറ്റില്ല. എന്നിട്ട് പിന്നീട് സംഭവിച്ചത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ആ വ്യക്തി എന്നെ ഞാൻ വിളിക്കുമ്പോൾ കോണ്ടാക്ട് ചെയ്യുമ്പോൾ എടുക്കുന്നുമില്ല, സംസാരിക്കുന്നുമില്ല. അതാണ് അവസ്ഥ. അപ്പൊ അവരെ എന്തോ എന്നെ പറ്റി മോശമായിട്ട് അവിടെ പറഞ്ഞു വെച്ചിട്ടുണ്ട്. മേ ബി അവരത് വിശ്വസിച്ചിട്ടുണ്ടാകാം, എനിക്കറിയില്ല. എനിക്ക് അതിന്റെ അപ്ഡേറ്റ് തരാമെന്ന് പറഞ്ഞ് തന്നിട്ടില്ല. അങ്ങനെ 2-3 പേര് പോയിട്ടുണ്ട്, പോട്ടെ, വിഷയമുള്ള കാര്യമില്ല. പക്ഷെ എനിക്ക് ഒരു കാര്യം പറയാം, നിങ്ങളുടെ അടുത്ത് ഞാൻ ഒരു കാര്യം പറയാം, സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുള്ള ആൾക്കാരുടെ അടുത്ത് ഞാൻ ഒരു കാര്യം പറയാം. ഞാൻ ഒരാളിൽ നിന്നും 5 പൈസ മേടിച്ചുകൊണ്ട് ഇതുവരെ വീഡിയോ ചെയ്തിട്ടില്ല. നമ്മൾ ചെയ്ത വീഡിയോയ്ക്കകത്ത് OLXനെതിരെയുള്ള വീഡിയോ ഉണ്ട്, ജസ്റ്റൈലിനെതിരെയുള്ള വീഡിയോ ഉണ്ട്, ഈ എലൻസ, സ്പേസ് ഡോട്ട് അങ്ങനെയുള്ള പല കമ്പനികൾക്കെതിരെ, സ്പ്രിംഗ് വേ എന്ന് പറയുന്ന തട്ടിപ്പ് പ്രസ്ഥാനം, അതിനെതിരെയുള്ള വീഡിയോ ഉണ്ട്. ഇതൊന്നും 5 പൈസ മേടിക്കാതെ ഈ വിക്ടിംസ് ആയിട്ടുള്ള ആളുകളുടെ അവസ്ഥ മനസ്സിലാക്കി ചെയ്ത വീഡിയോ ആണ്. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ഈ മാതിരി വീഡിയോ ചെയ്യുന്നത് പൈസയ്ക്ക് വേണ്ടിയല്ല. എനിക്ക് വേറെ ജോലിയുണ്ട്, ഞാൻ വേറെ ജോലി ചെയ്യുന്നുണ്ട്. പിന്നെ ഞാൻ തട്ടിപ്പിൽ പെട്ടുപോയവരെയൊക്കെ ഇതുപോലെ കോള് വരുമ്പോൾ ഞാൻ അറ്റൻഡ് ചെയ്യും, സംസാരിക്കും, എല്ലാം ചെയ്യുന്നുണ്ട്. പക്ഷേ അവരിൽ നിന്നും 5 പൈസ ഞാൻ ആവശ്യപ്പെടാറില്ല. അപ്പൊ ഇത്തരത്തില് ഞാൻ സൗജന്യമായിട്ടാണ് ഈ യൂട്യൂബ് ചാനൽ ബേസ് ചെയ്തിട്ട് എന്നെ കോണ്ടാക്ട് ചെയ്യുന്നവരെ ഞാൻ ഹാൻഡിൽ ചെയ്ത് കൊണ്ടുപോകുന്നത്. അപ്പൊ അങ്ങനെ ഒരു ആത്മാർത്ഥമായിട്ടൊരു വീഡിയോ ചെയ്യുന്ന വ്യക്തിക്കെതിരെ അപവാദങ്ങൾ പറയുമ്പോൾ ഞാൻ നിങ്ങളിലേക്ക് ഒരു ക്ലാരിഫിക്കേഷൻ വീഡിയോ എന്ന നിലയ്ക്കാണ് ഞാൻ ചെയ്യുന്നത്. നിങ്ങൾ മനസ്സിലാക്കുക, ഇവർ സ്കാം ചെയ്യുകയാണെന്ന് മനസ്സിലായിക്കൊണ്ട് ഒരു വീട്ടമ്മയൊക്കെ പറ്റിക്കുക എന്ന് പറയുമ്പോൾ, ആക്സിഡന്റ് ആയിട്ട് കിടക്കുന്ന ഒരു വീട്ടമ്മയൊക്കെ പറ്റിക്കുക എന്ന് പറയുമ്പോൾ എത്രത്തോളം ക്രൂരതയാണ് ഇവർ ചെയ്യുന്നുള്ളത്. ഇവർ ചെയ്യുന്ന തട്ടിപ്പ് എന്താണെന്ന് ഞാൻ പറയേണ്ട ആവശ്യമില്ല, നിങ്ങൾ കണ്ടു കാണും. ഞാൻ എന്നാലും ഞാൻ പറയാം. ഒരു ട്രെയിനിങ് പാക്കേജ് എന്ന് പറഞ്ഞ് വീട്ടിലേക്കൊരു പോസ്റ്റ് ലെറ്റർ അയച്ചു തരും. എന്നിട്ട് അത് കിട്ടിയെന്ന് ബോധിപ്പിച്ചു കഴിഞ്ഞാൽ നിങ്ങളെ മെയിലിലേക്കൊരു കുറച്ച് ഫയൽസ് അയച്ചു തരും. എങ്ങാണ്ടൊക്കെയോ കിടക്കുന്ന കുറെ വെബ്സൈറ്റിൽ എങ്ങനെ രജിസ്റ്റർ ചെയ്യാൻ, ലോഗിൻ ചെയ്യാമെന്ന് പറഞ്ഞുകൊണ്ട് അതൊന്നും ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് 5 പൈസ കിട്ടില്ല. ആഴ്ചയിൽ 10,000 ഉണ്ടാക്കാം, മാസത്തിൽ 30,000 ഉണ്ടാക്കാം എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഇവർ ചെയ്യുക. പക്ഷെ അത് ചെയ്താൽ നിങ്ങൾക്ക് ഒന്നും കിട്ടില്ല ഗൈസ്. അങ്ങനെ എത്രയോ 19 ആൾക്കാർ എൻ്റെ അടുത്ത് വന്നിട്ട് കംപ്ലൈന്റ് പറഞ്ഞിട്ട്
കുറെ പേര് റീഫണ്ടിന് വേണ്ടി ചോദിച്ചു എന്ന് പറയും. ഞാൻ കുറെ പേർക്ക് എനിക്ക് സമയം ഉണ്ടെങ്കിൽ മാത്രം കേട്ടോ, എല്ലാവരുടെ കേസിലൊന്നും ഞാൻ ഇടപെടാൻ എനിക്ക് സമയം കിട്ടിയിട്ടില്ല. സമയം ഉണ്ടെങ്കിൽ മാത്രം ഞാൻ ഈ കേസിലൊക്കെ ഇടപെട്ടിട്ട് ഞാൻ റീഫണ്ട് മേടിച്ചു കൊടുക്കും. എന്നിട്ട് ഇവരെന്ത് ചെയ്യുമെന്നറിയോ, ചിലർ കോൺടാക്ട് ചെയ്തിട്ട് ഞാൻ റീഫണ്ട് മേടിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ലീഗൽ സപ്പോർട്ട് തരാമെന്ന് പറയുമ്പോൾ അവർ പറഞ്ഞിട്ട് ഇതുപോലെ പേടിപ്പിക്കുക. അവൻ അവസാനം നിങ്ങളെ കൊടുക്കും, ഞങ്ങളൊരു ലീഗൽ നോട്ടീസ് അയച്ചു കഴിഞ്ഞാൽ അവൻ വീഡിയോ ഡിലീറ്റ് ചെയ്ത് മുങ്ങും, നിങ്ങൾ അവസാനം പെടും എന്നൊക്കെ പറഞ്ഞ് ഇവരിങ്ങനെ ചുമ്മാ തട്ടിപ്പുകാരാണല്ലോ. നുണ വായെടുത്താ നുണയല്ലാതെ വരില്ല. കാരണം തട്ടിപ്പ് ചെയ്യുമ്പോൾ അങ്ങനെ പഠിച്ചവന്മാരാണ് ചെയ്യുക, പഠിച്ചവന്മാരും ഒക്കെ ചെയ്യുക. വായെടുത്താ നുണ, കള്ളമല്ലാതെ ഇവർ പറയില്ല. അപ്പൊ ഇങ്ങനത്തെ ഒരു ക്ലാരിഫിക്കേഷൻ എനിക്ക് തരണം നിങ്ങൾക്ക് എന്നുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്തത്. ഇത് ഈ പെട്ടുപോയ ആൾക്കാർ എന്നെ കോണ്ടാക്ട് ചെയ്തിട്ടുള്ള ആളുകളിൽ നിന്ന് കാണുമെന്ന് വിശ്വസിച്ചുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ എന്നെ പറ്റി പറയുന്ന അപവാദങ്ങളിൽ നിങ്ങൾ വീണ് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് റീഫണ്ട് കിട്ടില്ല. ലീഗലായിട്ടുള്ള ഹെൽപ്പോ കാര്യങ്ങളൊക്കെ വേണമെങ്കിൽ ഞാൻ ചെയ്തു തരാം. റീഫണ്ട് കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ അത് ഏത് കമ്പനി ആയാലും ഞാൻ ചെയ്തു തരാം. നമുക്കൊരു ടീം തന്നെ ഉണ്ട് ഇതിന് പുറകെ പോകാനായിട്ട്. അപ്പോൾ അതുകൊണ്ട് തട്ടിപ്പ് ഒക്കെ ചെയ്യുന്നവർ അവിടെ ചെയ്തുകൊണ്ടിരുന്നോ, നിങ്ങൾ ലീഗൽ നോട്ടീസൊക്കെ അയക്കി എന്ത് വേണമെങ്കിലും ചെയ്തോ, ഒരു വിഷയവുമില്ല. നമുക്ക് അത് അയക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ധൈര്യം വേണം. നിങ്ങൾ ധൈര്യം ഉണ്ടെങ്കിൽ അയക്കും. ലീഗൽ നോട്ടീസ് കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ ആ ലീഗൽ നോട്ടീസിൽ കാണിക്കാം, വീഡിയോയ്ക്കകത്ത് ഈ കിട്ടിയെന്ന് പറഞ്ഞ് കാണിക്കും. ഈ ലീഗൽ നോട്ടീസ് എന്ന് പറഞ്ഞ സാധനം ഉണ്ടല്ലോ, എൻ്റെ അടുത്ത് ആരെങ്കിലും അയച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ നിങ്ങളെ അങ്ങ് കാണിക്കും ആദ്യം. അത് അവർ പറയേണ്ട ആവശ്യമൊന്നുമില്ല, അയച്ചിട്ടുണ്ട് അവൻ കൈപ്പറ്റിയില്ല എന്നൊക്കെ. ഞാൻ കൈപ്പറ്റി നിങ്ങളെ കാണിക്കും. അങ്ങനെ അയക്കാൻ ധൈര്യമുള്ളവർ അയക്കട്ടെ. വീണ്ടും കാണാം. ഗുഡ് ബൈ.